Praise the Lord. I would like to thank Sevika Sangam Secretary and all its members for giving me this opportunity to speak from the Word of God. നമുക്കിങ്ങനെ ഒരു പ്രാവശ്യം കൂടെ സേവികാ സംഘ ദിനമായിട്ട് ആഘോഷിക്കുവാൻ തമ്പുരാൻ നമ്മളെ അതിശയമായി കാത്തു. അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വർഷത്തെ നമ്മുടെ സേവികാ സംഘത്തിൻ്റെ തീം വിമൻ പാർട്ടിസിപ്പൻസ് ഇൻ ദ ഡിവൈൻ സാൽവേഷൻ പ്രോജക്റ്റ്. സ്ത്രീകൾ ദൈവിക രക്ഷാ പദ്ധതിയിലെ പങ്കാളികൾ. The title I have chose for today's topic is 3 പ്രധാന കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് വേർ യു ആർ. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് വേർ യു ആർ. We are currently going through a pandemic phase. During these times, we have experienced both good and bad, which all account to our memories. But today, let us thank God for enabling us to celebrate one more Sevika Sangam Day. The Bible portion for today's meditation is taken from Mark chapter 14, verses 3 to 9. നമ്മളത് വായിച്ച് കേട്ടതാണല്ലോ. വേഴ്സ് 9 ഇങ്ങനെയാണ് പറയുന്നത്. And truly I say to you, wherever the gospel is proclaimed in the whole world, what she has done will be told in memory of her. മലയാളത്തിലൂടെ വായിക്കാം. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. This verse is the reason I am standing before you, even after 2000 years, to remind us of her act of love towards Jesus. യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കാണിത്. സുവിശേഷം ഉള്ളിടത്തോളം കാലം ഇവൾ ചെയ്തത് എല്ലായിടവും പ്രസ്താവിക്കപ്പെടും എന്നുള്ളത്. ആ ഒരു വാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കാം. മൃദുസ്പർശനമായി മനസ്സിൻ്റെ തേങ്ങലിൽ തഴുകിടും തൻ കരങ്ങളിൽ ഓരോ നിമിഷങ്ങളും സ്നേഹത്തിൻ ചാലുകൾ തുറന്നു എന്നിൽ കരകവിഞ്ഞൊഴുകുവാൻ ഇടയാകണമേ. നിനവിലും നീയേ കനവിലും നീയേ അരികിലും നീയേ അദൃശ്യനായി നാഥ. ആദിയും നീയേ അന്തവും നീയേ ഹൃദയത്തിനുള്ളിൽ മധുരമായി നാഥ. ഞങ്ങളുടെ ആദിയും അന്തവും ആയിരിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് സേവികാ സംഘമായിട്ടിങ്ങനെ കൊണ്ടാടുവാൻ
ഞങ്ങളുടെ ജീവനെ അവിടുന്ന് പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. വചനം അങ്ങയുടേതാവുന്നല്ലോ, അടിയങ്ങളും അങ്ങയുടേതാവുന്നു. ഏതാത്മാവിൽ വചനം എഴുതപ്പെട്ടതോ അതേ ആത്മാവിൽ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Mary's first interaction with Jesus is seen in the book of Saint John, when she was caught in the act of adultery. This relationship which saved her from sin went all the way till Jesus' resurrection. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് ഈ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേര് അവിടെ എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല. ഒരിടത്ത് മാത്രമേ മേരി എന്ന് പറയുന്നുള്ളൂ. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് മേരി മഗ്ദലിനെ കുറിച്ചാണ് പറയുന്നത്. അവൾ ആദ്യമായിട്ട് യേശു കർത്താവിനെ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ മേരിയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ അവളുടെ പാപത്തിൽ നിന്നും അവളുടെ മരണകരമായ അനുഭവത്തിൽ നിന്നും മ്ലേച്ഛതായ ജീവിതം നയിച്ചിരുന്നതായ മേരിയെ യേശു കർത്താവിൻ്റെ ഒരൊറ്റ വാക്കിലാണ് അവൾ വലിയൊരു സുവിശേഷകയായിട്ട് മാറുന്നത്. അവൾ തൻ്റെ ജീവിതം മുഴുവനും പിന്നെ യേശു കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാട്ട് വാസ് ദ റീസൺ ഫോർ ഹെർ ടു സബ്മിറ്റ് എവറിത്തിങ് ഫോർ ജീസസ്? എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് യേശു കർത്താവിനെ ഇത്രമാത്രം അവൾക്ക് സ്നേഹിക്കുവാനായിട്ട് കാരണമായി തീർന്നത്? നമുക്കറിയാം, അതാണ് നമ്മൾ വായിച്ച് കേട്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മേരി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് യേശു കർത്താവിന് കൊടുത്തു. ഏറ്റവും ബെസ്റ്റ്. നമ്മളൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇവിടെ മേരിയെ സംബന്ധിച്ച് അവൾ ഏറ്റവും അധികം സ്നേഹിച്ചത് അവളുടെ ശരീരത്തെയും അവളുടെ മനസ്സിനെയും ഈ കർത്താവിനെ പരിചയപ്പെട്ടപ്പോൾ അവൾ പിന്നെ സബ്മിറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും അവളുടെ സ്നേഹം. എത്ര കൊടുത്താലും മതി തീരാത്ത ഒരു സ്നേഹമായിരുന്നു യേശു കർത്താവിന് അവൾ കൊടുത്തത്. I would like to share 3 points on how we can learn from just like Mary. We too can put forward our best to Jesus. 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. The first point, the best of our love. The best of our love. നമ്മളുടെ സ്നേഹത്തെ മുഴുവനായിട്ട് യേശു കർത്താവിന് കൊടുക്കുവാനായിട്ട് സാധിക്കണം. മേരിയുടെ ജീവിതത്തിൽ അവൾ കർത്താവിൻ്റെ മുൻപിൽ തൻ്റെ സ്നേഹത്തെ പകർന്ന് നൽകിയത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇവൾ ഇത്രമാത്രം കർത്താവിനെ സ്നേഹിക്കുവാൻ കാരണം? വൈ ഡിഡ് മേരി ലവ് ജീസസ് സോ മച്ച്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ അത് പറയുന്നുണ്ട്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സസ് 1 to 11. അതിൽ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് അവളോടൊരു കാര്യം പറയുന്നുണ്ട്. Neither do I condemn you. Go, and from now on sin no more. Go, but do not sin again. അവളോട് പറയുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ സംഭവം എന്നല്ലേ. അവളെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് വലിയൊരു ചോദ്യമാണ് ചോദിക്കുക, ഇവളെന്താ ചെയ്യണ്ടേ? അഡൽട്ടറിയിൽ നിന്നും അവളെ പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് യേശു കർത്താവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ, പോക, ഇനി മേലാൽ പാപം ചെയ്യരുത്. ഈ സ്ത്രീയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്കറിയാം പാപത്തിൽ അറിയാതെ വീണുപോയ ഒരു സ്ത്രീയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബെഥനിയിലെ മേരിയാണെന്ന് പറയുന്നു. അവൾ ജനിച്ചത് ബെഥനിയിലാണ്. എന്നാൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി അവൾ ഈ ഒരു മഗ്ദല എന്ന പട്ടണത്തിലേക്ക് പോവുകയും അത് ബിസിനസ് സെൻ്റർ ആയിരുന്നു ഈ ടൗൺ ഓഫ് മഗ്ദല എന്ന് പറയുന്നത്. അവൾ അവിടെ ചെല്ലുമ്പോൾ അനേകം ആൾക്കാർ അവിടെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വരികയും അങ്ങനെ അവൾ അറിയാതെ തൻ്റെ ജീവിതത്തിൽ വഴിതെറ്റി പോകുന്ന ഒരനുഭവമാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്.
എന്നാൽ അവൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഈ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്. പക്ഷേ അതിൽ അവൾ സന്തോഷം കണ്ടെത്തിയപ്പോൾ, അതിൽ അവൾ വരുമാനം കണ്ടെത്തിയപ്പോൾ അവൾ അതിൽ തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശു കർത്താവിനെ കണ്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരികയാണ്. പിന്നെ കർത്താവിനോടുള്ള ഒരു സ്നേഹമെന്ന് പറയുന്നത് ഹർ മാച്ച്ലെസ് ലവ്, എ ലോയൽറ്റി ടു ജീസസ് ആൻഡ് പെർഫെക്റ്റ് ഡിവോഷൻ. അളവില്ലാത്ത ഒരു സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അതുപോലെ തന്നെ കറയറ്റ ഭക്തി. നമുക്കെല്ലാം ഭക്തിയുണ്ട്, പക്ഷേ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ഡിവോഷനാണോ യേശു കർത്താവിന് നമുക്ക് ഉള്ളത്? എന്നാൽ മറിയയെ സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അതിരുകളില്ലാതെ യാതൊരു വിധമായ കറയും അവളുടെ ജീവിതത്തിൽ പിന്നെ യേശു കർത്താവിനെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷേ അവളെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ട്, ഈ ചുറ്റിനും നിൽക്കുന്നവരെല്ലാം അവളുടെ സുഹൃത്തുക്കളാണ്, അവളുടെ ക്ലയൻസ് ആണ്, കല്ലെറിയാനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുവാണ്. അപ്പോൾ അവൾ വിചാരിച്ചു, തന്നെ സ്നേഹിച്ചവരല്ലേ ഇതെല്ലാം, അപ്പം ഒരിക്കലും തന്നെ അവർ ഒറ്റത്തില്ല എന്നവൾ വിചാരിച്ചു. അവൾ ഒരിക്കലും ആഗ്രഹിച്ചില്ല യേശു കർത്താവിനെ കാണണമെന്ന്. എന്നാൽ അവളിപ്പോൾ ഈ കർത്താവിൻ്റെ മുൻപിൽ അവളെ പിടിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഷീ നെവർ വിഷ്ഡ് ടു മീറ്റ് ജീസസ് ഓർ ടു ചേഞ്ച് ഹർ ലൈഫ്. കാരണം അവൾ അതിൽ സന്തോഷിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ജീവിതത്തിൽ. എന്നാൽ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും, അവൾ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ഒരു സമയമായിരുന്നു ഈ കർത്താവിനെ എനിക്കൊന്ന് കാണണം. അവൾ ആഗ്രഹിച്ചില്ല. എന്നാൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും, ദ ടീച്ചർ ഓഫ് ലോ ആൻഡ് ദ ഫാരിസീസ് ബ്രോട്ട് in a woman who had been caught committing adultery, and they made her stand before them all. Teacher, they said to Jesus, this woman was caught in the very act of committing adultery. In our law, Moses commanded that such a woman must be stoned to death. Now, what you say? അതായിരുന്നു അവർ ചോദിച്ചത്. മാസ്റ്റർ, now what you say? ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്താണ്? ദേ ഡിഡ് ദിസ് ടു ട്രാപ്പ് ജീസസ്. കർത്താവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ട്രാപ്പിലാക്കണം. അത്രമാത്രം യേശു കർത്താവിനോട് ഈ ഫരീസർക്കും ഈ ന്യായാധിപന്മാർക്കും ശാസ്ത്രിമാർക്കും ഉള്ള ഒരു ഉള്ളിലെ ഒരു കർത്താവിനോടുള്ള ഒരു ലോയൽറ്റി ഇല്ലാത്ത, ഒരു യഥാർത്ഥ ഡിവോഷൻ ഇല്ലാത്ത, അസൂയ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും യേശു കർത്താവിനെ ഒന്ന് ട്രാപ്പിലാക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അതാണ് അവർ ചോദിക്കുന്നത്. നമുക്കറിയാം, ഇത് ന്യായശാസ്ത്രിമാരും പരീശന്മാരും എന്ന് പറയുന്നത് ന്യായപ്രമാണം അതുപോലെ മനസ്സിലാക്കി ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ന്യായശാസ്ത്രികളും പരീശന്മാരും. പക്ഷെ അവർക്കറിയാം എന്താണ് തെറ്റ് ചെയ്യേണ്ട ഒരു സ്ത്രീയെ ചെയ്യേണ്ടത് എന്ന് നന്നായിട്ട് അവരറിയാം. പക്ഷേ അവരിവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ദേ ഡിഡ് ദിസ് ടു ട്രാപ്പ് ജീസസ്. അപ്പോൾ അവർക്ക് നന്നായിട്ടറിയാം, അന്നത്തെ കാലത്ത് റോമൻ റൂളേഴ്സ് ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവർക്ക് മാത്രമേ ഒരു വ്യക്തിയെ കൊല്ലണം എന്ന് തീരുമാനിക്കുവാനായിട്ടുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ റോമൻ ചക്രവർത്തി യേശു കർത്താവിന് എതിരെ ശത്രുവായിട്ട് തീരും. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, ഇവൻ രക്ഷകനാണ്, ഇവൻ പാപികളുടെ മിശിഹയാണ്, പാപികളെ തേടിയാണ് വന്നത് എന്നും പറയുമ്പോൾ, അപ്പോൾ ഈ പാപിയായ ഈ സ്ത്രീയെ യേശു കർത്താവിനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവൻ പാപികളുടെ രക്ഷകനാവുന്നത്? അപ്പോൾ രണ്ട് വിധത്തിലായാലും ഇവൾ മരിച്ചാൽ കുറ്റം ആർക്കാണ്? യേശു കർത്താവിനാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കിയ യേശു കർത്താവാണ് അവളോട് പറയുന്നത്, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? ഗോ, ഡു നോട്ട് സിൻ അഗെയിൻ. ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, നീ പോകുക. ഈ ഒരൊറ്റ വാക്കാണ് അവളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ എത്രയോ പ്രാവശ്യം ഈ ഗോസ്പലൊക്കെ വായിച്ച് കേട്ടു, നമ്മൾ തന്നെ വായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ ഒരൊറ്റ വാക്ക്, കർത്താവ് അവളെ ഒന്നും ചെയ്തില്ല, അവളെ ശിക്ഷിച്ചില്ല, അവളെ ശകാരിച്ചില്ല, അവളെ ഒന്നും കുറ്റം പോലും വിധിച്ചില്ല. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഒറ്റ വാക്ക്, പോക, ഇനിയും മേലാൽ പാപം ചെയ്യരുത്. അതുകൊണ്ടാണ് അവളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ലവ് യേശു കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് വി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു ഗീവ് ഹിം ദ ബെസ്റ്റ് ഓഫ് അവർ ലവ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ കർത്താവിന് വേണ്ടി ഏറ്റവും
ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും. ദ സെക്കൻഡ് പോയിന്റ്, ദ ബെസ്റ്റ് ഓഫ് അവർ ഇയേഴ്സ്. മേരി സ്പെൻഡ് her whole life with Jesus and later became an evangelist. യേശു കർത്താവിനെ കണ്ടതിന് ശേഷം ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ അവളുടെ ലൈഫിൽ നടക്കുകയാണ്. അതിനുശേഷം ഷി ബിക്കെയിം ആൻ ഇവാഞ്ചലിസ്റ്റ്. വലിയൊരു സുവിശേഷകയായിട്ട് ഈ മേരി മഗ്ദലിന മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ തൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിൻ്റെ കൂടെയാണ് നടക്കുന്നത്. എന്നാൽ അവളുടെ ഫ്രണ്ടിലൊന്നും കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന നമ്മളെങ്ങും വായിക്കുന്നില്ല. എപ്പോഴും ശിഷ്യന്മാരായിരുന്നു കൂടെയുള്ളത്. അവളൊരു അവസരത്തിന് വേണ്ടി എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ കർത്താവിനെ പരിചയപ്പെട്ടതിന് ശേഷം അവളെപ്പോഴും കർത്താവിൻ്റെ കൂടെ ഒരു സൈലൻറ്റ് ബിലീവറായിട്ട് നടക്കുകയാണ്. കാരണം അവൾ അവിടെ നിൽക്കുന്നവരോടൊക്കെ പറയും, ഈ മനുഷ്യനാണ് എന്നെ രക്ഷിച്ചത്, ഞാൻ പാപത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവളുടെ ജീവിതത്തിലുണ്ടായതായ ഒരു ട്രാൻസ്ഫോർമേഷൻ അവളിങ്ങനെ പറയുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവൾ വലിയ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് മാറി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ എത്രയോ വർഷം കൊണ്ട് സേവ്യാസംഘ ദിനം കൊണ്ടാടുന്നു, എത്രയോ വർഷം നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നു, എത്രയോ വർഷം നമ്മൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പ്രത്യേക പാൻഡമിക് സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ വിശുദ്ധ കുർബാന കൊള്ളാത്തതും പള്ളിയിൽ വരാത്തതും. പക്ഷേ നമ്മുടെ വീടുകളൊക്കെ അതിനായിട്ട് ഇപ്പോൾ ഒരുക്കിയിരിക്കുകയാണ്, അല്ലേ? നമ്മളുടെ ഭവനങ്ങളൊക്കെ ആരാധനാ സ്ഥലങ്ങളായി മാറിയിരിക്കുകയാണ്. എത്രമാത്രം അതിശയകരമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ഈ ഒരു ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്തായിരുന്നു നമ്മളുടെ അവസ്ഥ, അല്ലേ? എന്നാൽ എല്ലാം അത് തന്നിട്ടാണ് ദൈവം ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമുക്ക് തന്നത്. നമ്മളൊക്കെ ആരാധനയിലും പള്ളിയിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ റോള് എന്താണ്, അല്ലേ? നമ്മളൊക്കെ പറയും, ഞാൻ ഇത്ര വർഷം കൊണ്ട് സേവിക സംഘത്തിൻ്റെ ഇവിടെയല്ല സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റി മെമ്പറാണ്, ഞാൻ വൈസ് പ്രസിഡൻ്റാണ്, ഞാൻ കൊയറിൻ്റെ ആണ്. നമുക്കൊക്കെ നീണ്ട ഒരു ലിസ്റ്റാണ്. ബട്ട് ഈസ് ഇറ്റ് ആൻ ഓർണമെൻ്റൽ പോസ്റ്റ് ഓർ വർഷിപ്പിംഗ് ടുവേർഡ് ഗോഡ്? ഇതൊരു ഓർണമെൻ്റൽ പോസ്റ്റാണോ, ആഭരണമായിട്ടാണോ, ആരാധനയായിട്ടാണോ നമ്മുടെ ഈ ഒരു പദവിയെ നമ്മൾ കൊണ്ടാടുന്നത്? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എന്നാൽ ഇവളെ സംബന്ധിച്ച് ഒരാരാധനയായിരുന്നു യേശു കർത്താവിനെ കണ്ടതിന് ശേഷം. അവളുടെ ജീവിതം മുഴുവനും ഒരാരാധനയാണ്. നമ്മളൊക്കെ വഹിക്കുന്ന പോസ്റ്റുകളിലൂടെ ഒരു ഇവാഞ്ചലൈസേഷൻ നടക്കണം, ഒരു വലിയ മാനസാന്തരം നടക്കണം. എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ ഇതെടുക്കുമ്പോൾ ഇതിനകത്ത് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് കാണണം. ഇതൊരു ഓർണമെൻ്റൽ പോസ്റ്റായിട്ട് ഒരിക്കലും എടുക്കരുത്. എന്നാൽ യേശു കർത്താവ് ഇവളെക്കുറിച്ച് പറയുന്നത്, ഇവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. യേശു കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് പറയാൻ. അവസാനം ഒരു ന്യായവിധി ദിവസത്തിൽ നമ്മളെ നിർത്തുമ്പോൾ നമ്മളോട് ചോദിക്കും, നീ ഇത്ര വർഷം അവിടെ ചെയ്തില്ലേ, നീ എന്താ ചെയ്തേ എന്ന ലിസ്റ്റല്ല ചോദിക്കുന്നത്. നമ്മളിലെ നല്ല പ്രവൃത്തിയെ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇവിടെ നമുക്കറിയാനായിട്ട് സാധിക്കും, ജീസസ് ഓൾവേസ് ടോൾഡ് ഹിസ് ഡിസൈപ്പിൾ അബൌട്ട് ഹിസ് ക്രൂസിഫിക്കേഷൻ ആൻഡ് റിസറക്ഷൻ, ബട്ട് ദേ ഡിഡ്ന്റ് ബിലീവ്, ബട്ട് മേരി ബിലീവ് ദ റിസറക്ഷൻ ഓഫ് ജീസസ്. എന്നാൽ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശ്വസിച്ച ഒരേ ഒരു വ്യക്തിയായിരുന്നു ഈ മേരി. അവളുടെ അടുത്ത് പോയി യേശു കർത്താവ് പറഞ്ഞില്ല, ഞാൻ മരിക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊന്നും അവളുടെ അടുത്ത് പോയി പറഞ്ഞായിട്ട് വായിക്കുന്നില്ല. പക്ഷേ യേശു കർത്താവ് എപ്പോഴും പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോടായിരുന്നു, ഞാൻ ക്രൂശിക്കപ്പെടും, ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും, പക്ഷേ മൂന്നാമതൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ പാപിയായിട്ടുള്ള, ഈ സിൻഫുൾ ആയിട്ടുള്ള ഒരു വിമൻ, അവൾ വിശ്വസിച്ചു. അവൾ ദൂരെ നിന്ന് കേട്ടതാണ് ഇത് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്, അവൾ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ കല്ലറയിൽ പോകുന്നത്. കാരണം കർത്താവിനോടുള്ള അത്രമാത്രം സ്നേഹത്തെയാണ് ഇവിടെ കാണുവാൻ സാധിക്കും. നമ്മൾക്ക് പകൽ പോലും സെമിട്രിയിൽ പോകാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നേരം വെളുക്കുന്നതിന് മുൻപ് യേശു കർത്താവിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവൾ വിശ്വസിച്ചു, അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണെന്ന്. അവൾ അന്ന് വരെ കണ്ട സ്നേഹമായിരുന്നില്ല യേശു കർത്താവിനെ കണ്ടപ്പോൾ മുതൽ അവൾ സ്നേഹിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് അവൾക്കറിയായിരുന്നു, അവൻ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ 1000 വട്ടം ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും, കർത്താവ് നടത്തുമെന്ന് വിശ്വസിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ നടത്തും, അതിന് യാതൊരു സംശയവുമില്ല. വളരെ ധൈര്യത്തോടെ, അഭിമാനത്തോടെ ഈ ഒരു അൾത്താരയിൽ മുൻപിൽ നിന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, കർത്താവ് നടത്തും എന്ന് പറഞ്ഞാൽ നടത്തും.
ആ ഒരു ഫെയ്ത്താണ് നമുക്ക് വേണ്ടത്, ആ ഒരു സ്നേഹമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ ഈ വാക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇവൾക്ക് ഇത് സാധിച്ചു. നമ്മൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണോ അതോ ഈ പാപിനിയായ ഈ സ്ത്രീയുടെ കൂട്ടത്തിലാണോ? നമുക്ക് നമ്മോട് ചോദിക്കാം. അതുകൊണ്ടാണ് ഇവൾക്ക് യേശു കർത്താവിൻ്റെ അവളുടെ ശിഷ്ടകാലം കർത്താവിന് വേണ്ടി മാറ്റിവെച്ചത്. സോ വി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു ഗീവ് ഹിം ദ ബെസ്റ്റ് ഓഫ് അവർ ഇയേഴ്സ്. അതുകൊണ്ട് നമ്മൾ എത്ര നാളുകളായിക്കോട്ടെ, എത്ര വർഷം വേണേ ഈ ലോകത്ത് ജീവിച്ചോട്ടെ, പക്ഷേ ജീവിക്കുന്ന നാൾ മുഴുവനും യേശു കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കണം. ആൻഡ് ദ തേർഡ് പോയിന്റ്, the best of our talents, the best of our talents. കർത്താവ് എപ്പോഴും നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. God only expects from us what we are capable of doing. നമ്മുടെ കഴിവനുസരിച്ച് മാത്രമേ അവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ എബിലിറ്റിയെക്കുറിച്ച്, നമ്മുടെ കേപ്പബിലിറ്റിയെക്കുറിച്ച് യേശു കർത്താവിന് നന്നായിട്ട് അറിയാം. God knows our ability. അല്ലാത്തവരെ ഒന്നും ഏൽപ്പിക്കത്തില്ല ഒരു കാര്യം, പക്ഷേ എല്ലാവർക്കും എന്തോ ഉണ്ട്, ഒരു കഴിവുണ്ട്. നമ്മളത് തിരിച്ചറിയണം. ഇവിടെ മേരിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കഴിവായിരുന്നു യേശു കർത്താവിനെ സ്നേഹിക്കുക, അൺകണ്ടീഷണലായിട്ട് കർത്താവിനെ സ്നേഹിക്കുക. വേറൊന്നും അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു. അവളുടെ ജീവിതകാലം മുഴുവനും യേശു കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. നമ്മൾക്കറിയാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ വായിച്ചു കേട്ട ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, ജീസസ് സെഡ് മേരി ഡിഡ് വാട്ട് ഷീ കുഡ്. അങ്ങനെയാണ് പറയുന്നത്. അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അവൾക്ക് കഴിയാവുന്ന പ്രവൃത്തി മാത്രമേ അവൾ ചെയ്തു. അവൾ വലിയ പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല, അവൾ വലിയ വിരുന്നൊന്നും കൊടുത്തില്ല. പക്ഷേ അവൾ ചെയ്ത ഒറ്റ കാര്യം, അതാണ് നമ്മൾ ഇന്ന് എവൻഗേലിയോനായിട്ട് വായിച്ചു കേട്ട ഭാഗം. ബട്ട് ജീസസ് സെഡ്, പറയുന്ന ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, ലീവ് ഹെർ അലോൺ, വൈ ഡു യു ട്രബിൾ ഹെർ, ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് ടു മീ. കർത്താവ് പറയുന്നുണ്ട്, അവളെ വിടുക. അവളെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? അവളെ എന്തിനാ അസഹ്യപ്പെടുത്തത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ആ പ്രവൃത്തിയാണ് ഈ വർഷത്തെ നമ്മുടെ സേവികാ സംഘത്തിനത്തിൻ്റെ തീമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കറിയാം, ചാപ്റ്റർ 14 വേഴ്സ് 3-11 ആണ് നമ്മൾ ഗോസ്പൽ വായിച്ചത്. എന്നാൽ 3-ാം വാക്യത്തിൽ നമ്മുടെ പറയുന്നുണ്ട്, കുഷ്ഠരോഗിയായ ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ചെല്ലുന്നു. ഹി വാസ് എ ലെപ്പർ ബട്ട് ജീസസ് ഹീൽഡ്. അവനൊരു കുഷ്ഠരോഗി ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അല്ല. നമ്മൾക്കറിയാം, അന്നും എന്നും കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമ്മളൊക്കെ വളരെ ഭയത്തോടും അറപ്പോടും കാണുന്ന ഒരു രോഗമാണ് ഈ കുഷ്ഠരോഗം. എന്നാൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഈ ശിമയോൻ കുഷ്ഠരോഗിയായിരുന്നു, എന്നാൽ കർത്താവ് അവനെ സുഖപ്പെടുത്തി. ജീസസ് ഹീൽഡ് ഹിം. അതിനുശേഷം അവൻ ഒരു ഗെറ്റ് ടുഗദർ താങ്ക്സ് ഗിവിങ് പ്രെയർ വെച്ചതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു താങ്ക്സ് ഗിവിങ് പ്രെയർ നടത്തും. അതുപോലെ ഈ സൈമൺ നടത്തിയ ഒരു പ്രെയറാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അവൻ ചെയ്യേണ്ടത് ചെയ്യാൻ മറന്നുപോയി ഈ ഒരു വിരുന്നിൽ. നമുക്കറിയാം, കുഷ്ഠരോഗികളെ പാളയത്തിൻ്റെ പുറത്താണ് അന്നത്തെ കാലത്ത് താമസിച്ചിരുന്നത്. എന്നാൽ അവനെ പാളയത്തിനകത്തു കൊണ്ടുവന്ന് തൻ്റെ കൂട്ടുകാരോടൊത്ത്, തൻ്റെ കുടുംബത്തോടൊപ്പം, തൻ്റെ സമൂഹത്തോട് ഒപ്പം താമസിക്കുവാനായിട്ട് ദൈവം അനുവാദം കൊടുത്തപ്പോൾ അവൻ ചെയ്യേണ്ട ഒരു കാര്യം അവൻ ചെയ്യാതെയിരുന്നു. ഇൻ ജൂയിഷ് ട്രഡീഷൻ, എ ഗസ്റ്റ് ഈസ് വെൽക്കംഡ് വിത്ത് 3 customs. The first one, washing of the feet, kissing on the cheeks, anointing oil overhead. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഒരു വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ 3 കാര്യങ്ങൾ ചെയ്യണം. അവൻ്റെ കാല് അവൻ്റെ ബാല്യക്കാർ കഴുകി തൂവാല കൊണ്ട് തുടച്ച് അകത്ത് കയറുമ്പോൾ വീട്ടുടയവൻ ആ അതിഥിയുടെ 2 കവിളിലും ഓരോ മുത്തം കൊടുക്കും. അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഒലിവ് ഓയിൽ എടുത്ത് അവൻ്റെ തലയിൽ പുരട്ടും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പാനപാത്രം നിറഞ്ഞ് കവിയുക എന്ന് പറയുന്ന ആ ഒരു ജൂയിഷ് കസ്റ്റം അനുസരിച്ച് വീട്ടിൽ വരുന്ന വിരുന്നുകാരന് കുടിക്കാൻ വീഞ്ഞ് കൊടുക്കുമ്പോൾ
ഒരു താലത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ വീഞ്ഞ് നിറഞ്ഞു കവിയുന്ന ഓവർഫ്ലോ ചെയ്യുന്ന അനുഭവത്തിൽ മാത്രമാണ് വീഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ പകുതി കൊടുക്കുകയോ ഹാഫ് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്വാർട്ടർ കൊടുക്കുകയോ ചെയ്താൽ അതിൻ്റെ അർത്ഥം നീ വന്നത് എനിക്ക് അത്ര ഇഷ്ടമായില്ല എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിൽ വരുമ്പോൾ അര ഗ്ലാസ് ചായ തരുന്നത് ഇതിൻ്റെ അർത്ഥത്തിലല്ല. എന്നാൽ അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലായിരിക്കണം ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യണം. ഇത് രണ്ടും ഇവൻ ചെയ്തില്ല. അപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, അവൻ വിരുന്നൊക്കെ ക്ഷണിച്ചു. അവൻ കർത്താവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്, ഏറ്റവും അടുത്താണ് അവിടെ ഇരിക്കുന്നത്, ശിഷ്യന്മാരുടെ കൂടെ തന്നെ അവൻ ഇരിക്കുകയാണ്. എന്നാൽ ഇവന് ഈ 3 കാര്യങ്ങളും യേശു കർത്താവിന് വേണ്ടി ചെയ്തില്ല. കർത്താവ് നിശ്ചയമായിട്ടും പ്രതീക്ഷിച്ച് കാണും, അവൻ എൻ്റെ കാല് കഴുകും, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ 2 കവിളിലും ഉമ്മ തരും. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കാരണം അവൻ ഹീൽഡ് ആയ ഒരു വ്യക്തിയാണ്, യേശു കർത്താവിനാൽ സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അവൻ ചെയ്തില്ല. അതുകൊണ്ട് ഈ വേഴ്സ് 3b നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, A woman came with an alabaster jar and she broke the flask and poured it over his head. അവിടെ കാണുന്നത് ഒരു സ്ത്രീ ഒരു അലബാസ്റ്റർ ജാർ, സ്വച്ഛ ജഡമാംസി തൈലം നിറച്ച ഒരു ഫ്ലാസ്ക്, അവൾ അതുകൊണ്ട് യേശു കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, അവളെപ്പോഴും കൊണ്ടു നടന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഏതെങ്കിലും വിധത്തിൽ യേശു കർത്താവിനെ ഒന്ന് അടുത്ത് കാണുവാൻ അവൾ ഒത്തിരി ആഗ്രഹിച്ചു. അതുകൊണ്ട് കാരണം അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ അലബാസ്റ്റർ ജാർ. നമുക്കെല്ലാവർക്കും അറിയാം, അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് മിക്കവാറും ആൻസിസ്റ്റർ പ്രോപ്പർട്ടി ആയിട്ട് കിട്ടുന്ന ഒരു ജാറാണ്. വളരെ വില കൂടിയ, അതിൻ്റെ വിലയൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അലബാസ്റ്റർ ജാർ, എന്നാൽ യേശു കർത്താവിനെ കണ്ടതിന് ശേഷം അവൾ ഏറ്റവും വലുതായി സൂക്ഷിച്ചിരുന്ന ഈ അലബാസ്റ്റർ ജാർ അവൾക്കൊന്നും ഇല്ലാതായി തീരുകയാണ്. അതിൻ്റെ വില നഷ്ടപ്പെട്ട, അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടുത്തുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൾ നോക്കിയിരിക്കുമായിരുന്നു യേശു കർത്താവിൻ്റെ അടുക്കൽ പോയി ഇതൊന്ന് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഈ വിളിച്ചതായ വ്യക്തി, ഈ സൈമൺ, അതൊന്നും ചെയ്യുന്നില്ല. ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ്. കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇരുന്നപ്പോൾ ഇവൾ ഓടി വന്ന് ചെയ്യുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, ഈ സുഖം പ്രാപിച്ചതായ സൈമൺ മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ ഇതാരാണെന്നും ഈ സ്ത്രീ എങ്ങനെയുള്ളവളെന്നും ഒരുപക്ഷെ ഇവന് മനസ്സിലാകുമായിരുന്നു. ആരാണ് പറഞ്ഞത്? ഈസ് ഹീൽഡ് ബൈ ജീസസ്. കർത്താവിനാൽ സുഖം പ്രാപിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത്. അപ്പോൾ ഇവനൊരു പ്രവാചകനല്ലേ? അവന് തന്നെ സംശയമാണ്. നമ്മുടെ ജീവിതത്തിലും എത്രയോ പ്രാവശ്യം നമുക്ക് തമ്പുരാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം സൗഖ്യം അനുഭവിച്ചവരാണ് അല്ലേ? എന്നിട്ടും നമുക്കൊരു വിശ്വാസക്കുറവ്. ഇത് മനസ്സിൽ കണ്ട കർത്താവ് അവനോട് പറയുന്നുണ്ട്, ഐ ഹാവ് സംതിങ് ടു ടെൽ യു സൈമൺ, ഐ ഹാവ് സംതിങ് ടു ടെൽ യു. എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. അപ്പോൾ എന്താണ്? വളരെ രസകരമായിട്ട് വേദോസ്തം പറയുന്നുണ്ട്, യെസ് മാസ്റ്റർ, ടെൽ മീ. പറഞ്ഞാലും ഗുരു. എത്ര പെട്ടെന്നാണ് അവൻ്റെ ഭാവം മാറുന്നത്. അവൻ്റെ മനസ്സിൽ എന്താണ് പറഞ്ഞത്? ഇവനൊരു പ്രവാചകനല്ലേ? അപ്പോൾ ഇവൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ലേ? മനസ്സിൽ കുഷ്ഠം മാറാത്ത അനുഭവമാണ് സൈമൺ. നമ്മൾക്കൊക്കെ മാനസികമായിട്ടും ഒരു ശരീരമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പുറമേയുള്ള കുഷ്ഠം മാറി, പക്ഷെ അവൻ്റെ ഉള്ളിലുള്ളതായ ആ ഒരു ലെപ്രസിയുടെ അനുഭവം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഇവനെ വീണ്ടും അവിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള സൈമൺ ചെയ്യാത്ത ഒരു കാര്യം ആണ് ഇവിടെ ഈ സ്ത്രീ ചെയ്യുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വേഴ്സ് 5 പറയുന്നുണ്ട്, അതൊരു 300 ദിനാറിക്ക് വേണ്ടിയുള്ള ഒരു കോസ്റ്റാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം 300 ദിനാറി എന്ന് പറയുന്നത് വേജസ് ഓഫ് 300 days, പെർ ഡേ 1 ദിനാറി ആയിരുന്നു. അങ്ങനെ 300 ദിവസം ഒരു വ്യക്തി കഷ്ടപ്പെടുന്ന കാശാണ് ഈ 300 ദിനാറി എന്ന് പറയുന്നത്. അപ്പോഴാണ് അവിടെ കൂടെ ഇന്ന ശിഷ്യന്മാരും ജൂഡസും പറയുന്നുണ്ട്, ഇത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജൂഡസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് വേസ്റ്റ്ഫുൾ, ബട്ട് ഗോഡ് സെഡ് ഇറ്റ് ഈസ് വണ്ടർഫുൾ. അതാണ്
കർത്താവും നമ്മളും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം. കാരണം ഈ 300 വെള്ളിക്കാശ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 300 ദിവസം കഷ്ടപ്പെട്ട് പണിഞ്ഞെങ്കിൽ മാത്രം കിട്ടുന്ന ഒരു എമൗണ്ടാണ് 300 ദിനാറെ, 300 വെള്ളിക്കാശ്. പക്ഷേ യേശു കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവൾ തൻ്റെ കയ്യിലുള്ള ഈ ഒരു 300 ദിനാറയ്ക്ക് വലിയ വില കൊടുക്കുന്നില്ല. ഒരുപക്ഷെ അവൾ പൊട്ടിച്ചൊഴിക്കുന്നത് കർത്താവിനെക്കാട്ടിലും സ്നേഹിക്കുവാൻ, കർത്താവിനെ എന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ജൂഡസ് പറയുന്നു, ഇറ്റ് ഈസ് വേസ്റ്റ്ഫുൾ ബട്ട് ഗോഡ് സെഡ് ഇറ്റ് ഈസ് വണ്ടർഫുൾ. നമ്മളെക്കുറിച്ചും കർത്താവ് പറയണം. നമ്മളൊക്കെ ചില അലബാസ്റ്റർ ജാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇറ്റ് മേ ബി അവർ money, it may be our children, it may be our luxurious life, it may be our cars, flats, anything. അതൊക്കെ ചില അലബാസ്റ്റർ ജാറുകളാണ്. അത് കൊണ്ടു നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനെ കൂടുതലായി സ്നേഹിക്കരുത്. കർത്താവിനെ സ്നേഹിക്കണം. പൊട്ടിച്ച് കളയണം ചിലതൊക്കെ. ചില കാര്യങ്ങൾ പൊട്ടിച്ച് കളഞ്ഞെങ്കിലേ കർത്താവ് നമ്മളോട് പറയുകയുള്ളൂ, നീ എങ്കിൽ നല്ല പ്രവൃത്തിയാ ചെയ്തത് എന്ന്. അതുകൊണ്ട് if she had nothing, she had not done this, Jesus body would never have been anointed for burial. അവൾക്കറിയാം 2 ദിവസം കഴിഞ്ഞ് പെസഹയാണ്. അപ്പോൾ അവൾ വിശ്വസിച്ചു കർത്താവ് ക്രൂശിക്കപ്പെടുമെന്ന്. എന്നാൽ കൂടെയുള്ളവർക്ക് ആർക്കും അത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അവൾ ഈ ഒരു അനോയിൻറ്റിങ് നടത്തിയില്ലായിരുന്നുവെങ്കിൽ യേശു കർത്താവിൻ്റെ മരണത്തിന് മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല, അത് വേറെ ആരും ചെയ്യത്തില്ല എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. തെറ്റായ രീതിയിൽ സമ്പാദിച്ച ഒരു പണമായിരിക്കാം ഈ 300 ദിനാറി എന്ന് പറയുന്ന അവളുടേത്. അല്ലെങ്കിൽ അതൊരു അവളുടെ അമ്മമാരിൽ നിന്ന് കിട്ടിയതായിരിക്കാം. എന്തു തന്നെ ആയാലും യേശു കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ഇതിന് വലിയ വില കൽപ്പിച്ചില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം സേവികാ സംഘം ദിനം കൊണ്ടാടി, എത്രയോ ആരാധനകൾ നമ്മൾ പങ്കെടുത്തു, എത്രയോ കുർബാനകൾ നമ്മൾ കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെക്കാൾ വലുതായിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഈ അലബാസ്റ്റർ ഓയിലിൻ്റെ വില 300 ദിനാറയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ഒരു ഇന്ത്യയിൽ വളരുന്ന ഒരു ചെടിയുടെ ഓയിലാണ് ഈ അലബാസ്റ്റർ ഓയിൽ. അതുകൊണ്ട് നമുക്കും അത് അഭിമാനിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്, ഞാൻ ആദ്യം വായിച്ചത്, ലോകം അവസാനമുള്ളിടത്തോളം കാലം ഇവൾ ചെയ്തത് ഒരു വലിയ ഒരു സുവിശേഷമായിട്ട് മാറും എന്ന് പറഞ്ഞ കർത്താവ്, എന്നാൽ സൈമണെക്കുറിച്ച് പിന്നെ ഒരു പ്രസംഗം ആരും തയ്യാറാക്കത്തില്ല. അവൻ ചെയ്യാത്ത കാര്യം മാത്രമാണ് നമ്മൾ എടുത്തു പറഞ്ഞത്, അവൻ ചെയ്ത കാര്യം പറയുന്നില്ല. എന്നാൽ ഇവിടെ മേരിയെക്കുറിച്ച് പറയുന്നത്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അതുകൊണ്ട് സൈമൺ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ആരും നമ്മൾ പ്രസംഗിച്ചിട്ടില്ല. അതാണ് കർത്താവിൻ്റെ മുൻപിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം. നമ്മൾ ചെയ്തതൊന്നും വേറെ വലുതായ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എന്നാൽ യേശു കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ സ്നേഹത്തെ കൊടുക്കുമ്പോൾ അത് ലോകം ഉള്ളിടത്തോളം കാലം, അതിൻ്റെ അർത്ഥം നമ്മുടെ തലമുറ, 2nd ജനറേഷൻ 3rd ജനറേഷൻ അത് ഏറ്റു പറയണം. എൻ്റെ അമ്മയുടെ വിശ്വാസം, എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹം, എൻ്റെ അപ്പായുടെ സ്നേഹം, എൻ്റെ അപ്പായുടെയും അമ്മയുടെയും ദൈവം, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഗോസ്പൽ. അതുകൊണ്ട് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു പ്രസംഗമല്ല ഞാനിവിടെ പറയുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതായ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ 300 ദിനാറ കൊണ്ട് മതിയാകാത്ത സ്നേഹമാണ് അവൾക്ക് യേശു കർത്താവിനോട്. എന്നാൽ സെയിം പന്തിയിൽ ഒരേ സ്ഥലത്ത് വേറൊരാളുണ്ടായിരുന്നു. ആരാണ്? ജൂഡസ്. 30 കൊണ്ട് ലാഭമുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തി. 30 കിട്ടിയാൽ മതി കർത്താവിനെ വിറ്റുകളയാൻ. ഏതു കൂട്ടത്തിലാണ്? ഈ സ്ത്രീയുടെ കൂട്ടത്തിലാണോ അതോ ജൂഡസിൻ്റെ കൂട്ടത്തിലാണോ? 300 കൊണ്ട് മതിയാകാത്ത സ്നേഹവും 30 കൊണ്ട് പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി ശ്രമിക്കുന്ന ജൂഡസും. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ, യേശു കർത്താവിൻ്റെ മുൻപിൽ നമ്മൾക്കൊന്നുമില്ല വിലയെന്ന് പറയുവാൻ, ഒന്നുമില്ല. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ 18 months കവർ ചെയ്യുകയാണ്. ദൈവം നമ്മളെ എത്ര അതിശയമായിട്ട് കാത്തു. ഈ ഒരു സെയിം രോഗം വന്ന് എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷേ ദൈവം നമ്മളെ ഒരു ദിവസം കൂടെ ആയുസ്സും ആരോഗ്യത്തോടെ കാത്തുണ്ടെങ്കിൽ അവൻ നമ്മളിൽ നിന്നും ചില എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യണം. എന്താണ്? അവന് വേറൊന്നും വേണ്ട, നമ്മുടെ സ്നേഹം.
നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവുകൾ, അതെന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഒരു കഴിവ് പോലും ഇല്ലാതെ തമ്പുരാൻ ആരെയും ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. നമ്മുടെ എല്ലാ ചില സ്വച്ഛ ജഡമാംസം ഉള്ള ചില അനുഭവങ്ങളെ ഉടച്ചു കളയണം. വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. അവർ അലബാസ്റ്റർ ജാർ, ഇറ്റ് കണ്ടെയ്ൻസ് സം അവർ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്. അതുടച്ചു കളയണം. അതിനെ നമ്മൾ വലുതായിട്ട് കാണരുത്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണം. മേരി ഹെൽഡ് നത്തിങ് ബാക്ക്. അവൾക്ക് പിന്നെ ഒന്നുമില്ലായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യം മാത്രം അവൾ സൂക്ഷിച്ചിരുന്നുള്ളൂ. അവൾ അത് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഷി വാസ് നോട്ട് എ 6 day a week believer. She gave everything to the Lord. The key to living a legacy is to do what you can, when you can, all you can, every time you can. She couldn't do everything, but she did what she could. She couldn't do everything, but she did what she could. Because Jesus has given his best of us. യേശു കർത്താവ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്നത്. തൻ്റെ ജീവനെ തന്നെ തന്നത്. പിന്നെ നമുക്കെന്താണ് തിരിച്ചു കൊടുക്കുവാൻ പ്രയാസം? അതുകൊണ്ട് ഈ മേരിയെപ്പോലെ, മേരി മഗ്ദലിനെ പോലെ, ദ ബെസ്റ്റ് ഓഫ് അവർ ലവ്, ദ ബെസ്റ്റ് ഓഫ് അവർ ഇയേഴ്സ്, ദ ബെസ്റ്റ് ഓഫ് അവർ ടാലൻറ്റ്സ്, അങ്ങനെ ഒരു ജീവിതത്തിൽ പുതിയ തീരുമാനമെടുത്ത് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.